എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ ഇന്നത്തെ പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂൺ 21 രാജ്യാന്തര യോഗ ദിനമായി ആഘോഷിക്കുകയാണ്. ആയതിനാൽ യോഗയെക്കുറിച്ച് സംസാരിക്കുക എന്നത് വളരെ ഉചിതമാണ്. ഇതിന് 8 വിഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് അഷ്ടാംഗ യോഗമെന്ന് ഇതിനെ പറയാം. മനുഷ്യൻ അവൻ്റെ ആദ്യകാലങ്ങളിൽ അവൻ വിശക്കുമ്പോൾ മാത്രമാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കാലക്രമേണ അവൻ്റെ സൗകര്യങ്ങൾ കൂടാൻ തുടങ്ങി. ധാരാളം ഭക്ഷണ പദാർത്ഥങ്ങൾ അവനുണ്ടാകാൻ തുടങ്ങി. അങ്ങനെ അനാവശ്യമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ വിഷമമായി തുടങ്ങി. കൈകളും കാലുകളും വഴങ്ങാതെ വരാൻ തുടങ്ങി. സുന്ദരമായ ഈ ജീവിതം ആസ്വദിക്കാൻ അവന് ബുദ്ധിമുട്ടായി തുടങ്ങി. അവൻ വേഗം ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടതായിട്ട് വരുന്നു. ഈ അവസരത്തിലാണ് നാം യോഗ എങ്ങനെ പരിശീലിക്കണം എന്ന് ആവശ്യമായി തീർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സുന്ദരമായിട്ടുള്ള ജീവിതത്തെ ആസ്വദിക്കുവാൻ, ജീവിക്കുവാൻ യോഗ നമ്മളെ സഹായിക്കുന്നു. പ്രായപരിധികളില്ലാതെ എല്ലാവർക്കും പരിശീലിക്കാൻ പറ്റുന്ന ഒരു ജീവിതചര്യയാണ് യോഗ. ഇന്ത്യൻ പൗരാണിക ആരോഗ്യ പരിപാലന സമ്പ്രദായങ്ങളിൽ ഒന്നാണ് യോഗ. ഇന്ത്യ ലോകത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവനയാണ്. തിരക്കും മത്സരവും ആകുലതയും നിറഞ്ഞ ആധുനിക ലോകത്ത് മനുഷ്യൻ്റെ വർദ്ധിച്ചു വരുന്ന മാനസിക പിരിമുറുക്കത്തിൻ്റെ പിരിയയക്കാൻ യോഗയ്ക്കുള്ള കഴിവ് അതുല്യമാണ്. ഇന്നത്തെ ഈ ദിവസം നിങ്ങൾക്കായി യോഗാചാര്യനായ വിൻസെൻ്റ് ചക്കാലമറ്റത്താണ്. അദ്ദേഹത്തിൻ്റെ യോഗ പ്രകടനത്തിൽ കൂടി നമുക്ക് യോഗയെ മനസ്സിലാക്കാം. അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ യോഗ പരിശീലനം ചെയ്ത് ആരോഗ്യമുള്ളവരായി തീർക്കാം. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. യോഗ പ്രധാനമായും ഞാൻ 2 സ്റ്റെപ്പുകളാണ് പഠിപ്പിക്കുന്നത്. അതായത് ആസന പ്രാണായാമ. യോഗ എന്ന് പറഞ്ഞാൽ പതഞ്ജലി മഹർഷി വളരെ വ്യക്തമായി ഫിലോസഫിക്കലായിട്ട് വളരെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് 8 സ്റ്റെപ്പുകളായിട്ടാണ്. അതിപ്രകാരമാണ് യമ, നിയമ, പ്രാണായാമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ഈ 8 സ്റ്റെപ്സുകളിലൂടെ പതഞ്ജലി മഹർഷി വളരെ വ്യക്തമായി യോഗയെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് പത്മാസനമാണ്. പത്മാസനത്തെക്കുറിച്ച് പതഞ്ജലി മഹർഷി പറയുന്നത് ഇപ്രകാരമാണ്: ഇദം പത്മാസനം പ്രോക്തം
സർവരോഗ വിനാശനം. ആ വാക്കുകളിൽ തന്നെ എല്ലാം വ്യക്തമാണ്. യോഗ പതഞ്ജലി മഹർഷി വളരെ വ്യക്തമായി ഒരു നിർവചനം കൊടുക്കുന്നുണ്ട്. ചിത്തവൃത്തി നിരോധ, അതായത് നമ്മുടെ ചിന്തകളെ, വ്യഗ്രതകളെ, മാനസികമായ സകല ഇതിനെയും അകറ്റി നിർത്തുന്ന ഒന്നായിട്ടാണ് വളരെ വ്യക്തമായിട്ട് പതഞ്ജലി മഹർഷി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിരിക്കുന്നത് പത്മാസനത്തിലാണ്. പത്മാസനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതം പത്മാസനം പ്രോക്തം സർവരോഗ വിനാശനം. അതിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമാണ്, ഈ ഇരിപ്പിൽ ഇതുപോലെ പ്രാക്ടീസ് ചെയ്താൽ സർവരോഗങ്ങളെയും ശമിപ്പിക്കാൻ കഴിവുള്ള ഒരു രാജയോഗയാണ്. ഞാൻ പ്രധാനമായും പഠിപ്പിക്കുന്നത് 2 സ്റ്റെപ്സാണ്, അതായത് ആസന പ്രാണായാമ. എന്നാൽ യോഗയിൽ പതഞ്ജലി മഹർഷി 8 സ്റ്റെപ്സുകളായിട്ട് അതിനെ തരംതിരിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ഞാൻ അതിഗഹനമായ അഠയോഗയിലേക്കാണ് പ്രവേശിക്കുന്നത്. അതിലൊന്നാണ് ക്ലാസിക്കൽ കുക്കുടാസനം. അതാണിപ്പോൾ കാണാൻ പോകുന്നത്. ഇതാണ് പരിപൂർണമായ ക്ലാസിക്കൽ കുക്കുടാസനം. കുക്കുടാസനം ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത് വരുന്നതാണ് തുലാസനം. ഈ കുക്കുടാസനം ക്ലാസിക്കലും ഫസ്റ്റ് സ്റ്റെപ്പ് കുക്കുടാസനവും തുലാസനവും ഏറെക്കുറെ ഒരേ തട്ടിൽ പോകുന്ന ഗുണഗണങ്ങളുള്ള ആസനങ്ങളാണ്. പ്രധാനമായും അതിന് കൈക്ക് നല്ല ബലം കിട്ടുന്നു, നല്ല ദഹനം കിട്ടുന്നു. ഇതെല്ലാമാണ് പ്രധാനമായ ഗുണങ്ങൾ. ഇത് ഉദ്യാനബാന്ധ, അതായത് നമ്മുടെ വയറിനെ ഉള്ളിലേക്ക് വലിച്ച് ശ്വാസം ഒട്ടുമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇത് ഒരു അസാമാന്യമായ ഒരു പ്രക്രിയയാണ്. ദഹന പ്രക്രിയയ്ക്ക് അത്യുഗ്രനാണ്.
ഉദ്യാനബാധയെ തുടർന്ന് വളരെ ആഴമായി ചെയ്യുന്ന മറ്റൊരു പ്രക്രിയയാണ് ബൗളിക്രിയ അല്ലെങ്കിൽ അഗ്നിസാരക്രിയ. ഭദ്രാസന. ഭദ്ര മീൻസ് ഒരു നമ്മുടെ രാജാവിൻ്റെ ഒരു പേരാണ് ഭദ്രൻ. ഇതിന് മറ്റൊരു പേരാണ് കോണാസന. അതിനെ തുടർന്നുള്ളതാണ് ശലഭക്രിയ. ശലഭം ചിറകിട്ടടിക്കുന്ന പോലുള്ള ആസനമാണ് ശലഭക്രിയ. ഇപ്പോൾ ഈ കാണിക്കുന്നതാണ് ഗോരക്ഷാസന. ഗോരക്ഷ മീൻസ് ഗോരക്ഷ മഹർഷി പടുത്തുയർത്തിയ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത ആസനമായതിനാലാണ് ഇതിനെ ഗോരക്ഷാസന എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 3 പ്രക്രിയ കാണിച്ചു: ഭദ്രാസന, ശലഭക്രിയ, അതുപോലെ ഗോരക്ഷാസന. ഈ 3ഉം ഒരേപോലെ ഫലപ്രദമായ ഒന്നാണ്. പ്രധാനമായും നല്ല ദഹനശക്തി കിട്ടുന്നു, കൂടാതെ നമ്മുടെ ജനനേന്ദ്രിയ ഭാഗങ്ങൾക്ക് നല്ല ബലവും ഉന്മേഷവും ലഭിക്കുന്നു. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ആർത്തവ സംബന്ധമായ സകലവിധ രോഗങ്ങളും ഇതിനാൽ തന്നെ മാറിപ്പോകുന്നു. ഇതിനെ തുടർന്നുള്ളതാണ് കൂർമാസന. ഇതും അതുപോലെ തന്നെ ഗുണം ചെയ്യുന്ന മറ്റൊന്നാണ്. ഈ ആസനത്തിൻ്റെ പേരാണ് കാക്കാസനം അല്ലെങ്കിൽ ബക്കാസനം.
ആസനം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം. അതിൽ നിന്നാണ് പല ആസനങ്ങളുടെ പേരുകൾ ഉത്ഭവിച്ചിട്ടുള്ളത്. പല മഹർഷിമാരും പ്രാക്ടീസ് ചെയ്ത ശൈലികളിൽ നിന്നാണ് ചില പേരുകൾ ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. ഇവിടെ ഞാൻ പല ആസനങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആരും അതിനെ പെട്ടെന്നെടുത്ത് പ്രയോഗിക്കാൻ ഇടയാകരുതെന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. നിങ്ങൾക്കറിവുള്ള ഗുരുക്കന്മാരുടെ അടുത്തിൽ നിന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ അത് ചെയ്യാവൂ എന്നുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്.